പ്രമുഖ വ്യവസായി എ മുഹമ്മദ് കുഞ്ഞിന് ജന്മനാടിന്റെ സ്നേഹാദരവ് സഫലം സാദരം 2025 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മണഞ്ചേരിയിൽ നടക്കുന്ന പരിപാടി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. ഈ വരുന്ന ഫെബ്രുവരി മാസം 14-ാം തീയതി വെള്ളിയാഴ്ച മണ്ണഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് നാട്ടിലെ ഒരു പ്രമുഖ വ്യവസായി, അതിനേക്കാൾ ഉപരി ഈ സംഘാടക സമിതി ഹൈലൈറ്റ് ചെയ്യുന്നത് വിവിധ വ്യവസായ ശൃംഖലകൾ നടത്തി അതോടൊപ്പം അദ്ദേഹം അതിൽ സമ്പന്നനായി വരുമ്പോൾ തന്നെ പിച്ചുവെച്ച നാടിനെ മറക്കാതെ വിവിധ കാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ വേറിട്ട ശബ്ദവുമായി നിശബ്ദ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വത്തിനുടമയാണ് ഫെബ്രുവരി മാസം 14-ാം തീയതി വെള്ളിയാഴ്ച സഫലം സാദരം 2025 എന്ന ശീർഷകത്തിൽ എ മുഹമ്മദ് കുഞ്ഞിന് ജന്മനാടിൻ്റെ സ്നേഹാദരവ് എന്ന പദ്ധതി ഇവിടെ ആദരവ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി രൂപപ്പെടുത്തിക്കൊണ്ട് ജനപ്രതിനിധികളെയും വിവിധ സമുദായ സംഘടനാ പ്രതിനിധികൾ, പൗരപ്രമുഖരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 2 മാസക്കാലമായി അതിൻ്റെ സംഘാടക സമിതി വളരെ കൃത്യമായി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഏറ്റവും ആദരണീയനായ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അവറുകളാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നാടിൻ്റെ സ്നേഹാദരവ് അദ്ദേഹം സമർപ്പിക്കും. പ്രിയപ്പെട്ട ആലപ്പുഴ MP KC വേണുഗോപാൽ അവർ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും. സഫലം സാദരം 2025 എന്ന പേരിൽ പ്രമുഖ വ്യവസായി എ മുഹമ്മദ് കുഞ്ഞിന് ജന്മനാട് സ്നേഹാദരവ് നൽകും. ഫെബ്രുവരി 14 വെള്ളിയാഴ്ചയാണ് ആദരം സംഘടിപ്പിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 മണഞ്ചേരി ജംഗ്ഷനിൽ നിന്നും പൗരാവലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്ര ആരംഭിക്കും. വൈകിട്ട് 5 മണഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ സിറാജ് കമ്പിയകം അധ്യക്ഷത വഹിക്കും. KC വേണുഗോപാൽ MP മുഖ്യപ്രഭാഷണവും PP ചിത്തരഞ്ജൻ MLA ജന്മനാടിൻ്റെ സ്നേഹ സന്ദേശവും നൽകും. പ്രിയപ്പെട്ട മുഹമ്മദ് കുഞ്ഞിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും വാഹന അകമ്പടിയോടുകൂടി മണ്ണഞ്ചേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ച് അവിടെ നിന്ന് പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ വൻ വരവേൽപ്പ് റാലിയായാണ് മണ്ണഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിക്കുന്നത്. മണ്ണഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിലെ SPC കേഡറ്റുകളുമൊക്കെ അതിനകത്ത് അണിനിരക്കും. കാര്യം എ മുഹമ്മദ് കുഞ്ഞ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് മണ്ണഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. സാധാരണക്കാർ കുടുംബത്തിൽ നിന്ന് പിറന്ന് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി, കഠിനാധ്വാനവും സ്വയപ്രയത്നവും കൊണ്ടാണ് അദ്ദേഹം മണ്ണഞ്ചേരി പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ 2 കെമിക്കൽ എഞ്ചിനീയറാണ്. അദ്ദേഹം ആ ഡിഗ്രി എടുക്കുന്ന കാലത്ത് കൊല്ലം DKM എഞ്ചിനീയറിംഗ് കോളേജിൽ ഡിഗ്രി എടുക്കുന്ന കാലത്ത് മറ്റാരുമില്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് മറ്റൊരാൾ കൂടി കെമിക്കൽ എഞ്ചിനീയറിംഗ് പദത്തിലേക്ക് വന്നത്. അദ്ദേഹം ആ ഡിഗ്രി സമ്പാദിച്ചതിന് ശേഷം ഒരു സൗദി അറേബ്യയിലെ ഒരു കമ്പനിയുടെ ഹെഡായി പ്രവർത്തിച്ചു. പക്ഷേ അവിടെ തളച്ചിടേണ്ടതല്ല അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ എന്ന് മനസ്സിലാക്കി അവിടെ മുതലാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി കഠിനാധ്വാനവും സ്വയപ്രയത്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 4 രാജ്യങ്ങളിലോളം തന്നെ അദ്ദേഹത്തിൻ്റെ വ്യവസായ ശൃംഖലകൾ വ്യാപിപ്പിക്കുകയും ഒട്ടനവധിയായിട്ടുള്ള ബിസിനസ് പങ്കാളിത്തമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ 30 വർഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഇപ്പോൾ തീർത്തിട്ടുള്ളത്. അതിൻ്റെ ആഘോഷം അദ്ദേഹത്തിൻ്റെ വ്യവസായ പങ്കാളികളും അതുപോലെ സുഹൃത്തുക്കൾ അമേരിക്ക, സൗദി അറേബ്യ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് പാലക്കാട് വെച്ച് നടത്തിയ ആ ഒരു പരിപാടിയിലാണ് ഇദ്ദേഹം ഇത്രയും വലിയ വ്യവസായ ശൃംഖലകളുടെ അധിപനായി ആണ് എന്ന് ജന്മനാടിന് പോലും ബോധ്യപ്പെട്ടത്.